യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു. ദൈവം ഇന്ന് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മുതൽ ആരംഭിക്കുന്ന 50 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും നോമ്പും എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 39-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ഞാൻ പറഞ്ഞു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ കയ്യിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് അവൻ്റെ നാവ്. ഈ നാവ് കൊണ്ട് പലരെയും നമ്മൾക്ക് വേദനിപ്പിക്കുവാനും കൊല്ലുവാനും സാധിക്കും. നാവിൽ നിന്ന് വരുന്ന ഒരു വാക്കുപോലും തിരിച്ചെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ജീവിതകാലത്ത് നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ മുന്നിലുള്ള വഴികളെ ഞാൻ ശ്രദ്ധിക്കും. ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി നമുക്കും ദൈവത്തോട് പറയാം, പിതാവായ ദൈവമേ, ഇന്നു മുതൽ എൻ്റെ ശിഷ്ടകാലം വരെ നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ നാവിന് കടിഞ്ഞാണിടും. അതിന് നിൻ്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ഞാൻ കാരണം ആരെയെങ്കിലും വേദനിപ്പിക്കുവാനോ ആരുടെയെങ്കിലും വേദനയ്ക്ക് കാരണമാകുവാനോ എന്നെയോ എൻ്റെ നാവിനെയോ ഉപയോഗിക്കരുത്. ഇതിനു വേണ്ടി ദൈവമായ കർത്താവേ, നിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന് തുറന്ന് നിഷ്കളങ്കമായി ദൈവത്തോട് ഏറ്റുപറയുക. അങ്ങനെ ഈ പ്രാവശ്യത്തെ 50 ദിവസം എടുക്കുന്ന നോമ്പ് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവരെയെല്ലാം ദൈവം ദർശനങ്ങളാലും അനുഗ്രഹങ്ങളാലും തൻ്റെ മക്കളാക്കി മാറ്റുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹനിധിയായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു.
ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മുടെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട്, നമ്മുടെ നാവിന് കടിഞ്ഞാണിട്ടുകൊണ്ട് നല്ലൊരു നോമ്പ് അനുഭവം നമുക്കുണ്ടാകട്ടെ എന്ന് നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.